പഴയത് തന്നെ, ഒക്കെ പഴയത് തന്നെയാണ്. ഫ്ലോറിംഗ് ഒക്കെ ഒന്ന് മാറ്റി. മുറിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ പ്രോവി? എന്താ പ്രോവി പറ? പെട്ടെന്നൊരു കോൾ കുഴപ്പമില്ല. പ്രോവിക്ക് അറിയാമോ നോക്കട്ടെ. കല്യാണം കഴിച്ചു വന്ന മുറിയാണ്. സോ റൊമാൻറ്റിക് ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കും അവിടെ അല്ലേ? അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബെഡ്റൂം ശരിക്കും ഞങ്ങളുടെ അംഗം ആറാട്ട്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് നടന്ന ആ സ്ഥലം. ഇതാണ് ഒരു സ്വപ്നങ്ങൾ. അതാണ് ഞങ്ങളുടെ അറിഞ്ഞല്ലോ. പിന്നെ എന്തിനാ ചേട്ടൻ ചോദിച്ചു വരുന്നുണ്ടോന്ന്? സാധനത്തിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളെ നല്ല ഇമോഷൻസിലേക്ക് കൊണ്ടുവരാൻ. നല്ല ഇത് ഇവിടെ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. അതെന്താ ചേട്ടാ റിംഗ് ലൈറ്റ് ഒക്കെ? ഞങ്ങളുടെ മറ്റേ സംഭവം അത് പറഞ്ഞപ്പോഴാണ് ഇവർ റീൽ സ്റ്റാർസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറൽ സ്റ്റാർസ് ആണ് നിങ്ങൾ. എപ്പോഴെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒപ്പം ചേട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇല്ല നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതാ. നന്നായിട്ട് നല്ല റീച്ചുള്ള റീൽസ് ഒക്കെ അല്ലേ? നിങ്ങള് കട്ടയ്ക്ക് നിൽക്കുന്ന മക്കളും അച്ഛനും അമ്മയും എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ. ഇതെന്തത് പുറത്തേക്കുള്ള വാതിലാണോ? പുറത്തേക്കുള്ള വാതിൽ നമുക്ക് കാണാൻ പറ്റും. സോ അപ്പൊ ഞാൻ ചോദിക്കണമെന്നല്ല, ഇപ്പൊ ഈ വീടൊക്കെ കണ്ടിട്ട് ഗദ്ദാഫിക്ക് സത്യമായിട്ട് പറയണം, സത്യസന്ധനാണ് ഞാൻ. അത് പറയണം. ഈ വീടിന് എന്ത് പ്രായം തോന്നുന്നുണ്ട്? എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ വീടിന്? ഈ വീടിന് ഒരു 6-8 വർഷത്തെ പഴക്കം ഉണ്ടാവോ? ഒന്നുകൂടി ഇച്ചിരി മയപ്പെടുത്തി പറഞ്ഞേ. ഒരു 12. നോ, ഇത് ആക്ച്വലി 45 ഇയേഴ്സ് ഉണ്ട് ഈ വീടിന്. 35 വർഷമായി വീട്. ചേട്ടന്റെ പ്രായമാണ് വീടിന്? എനിക്ക് 35-32 ഒക്കെ ഉള്ളൂ. എത്ര വർഷം മുൻപ്? സോ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ തറവാടാണ്. സോ ഇത് 45 ഇയേഴ്സ് പഴക്കമുള്ള വീടാണ്. ഇത് നിത അപ്പച്ചനും അമ്മയും വളരെ മനോഹരമായിട്ട് വീട് കൊണ്ടുകിടന്നു. അതിനുശേഷം അത് കറക്റ്റ് ആക്കട കൈ തന്നെ എത്തി. നിത അത് വളരെ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നിത അത് കൊണ്ടു നടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. നല്ല രാത്രി നിത എനിക്ക് സ്പെഷ്യൽ ഭക്ഷണം രാത്രി എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഉമ്മ തന്നെ ഇപ്പൊ തന്നെ കൊടുത്തേര് ചേച്ചി. നമുക്കൊരു എക്സ്ക്ലൂസീവ് സാധനവും കിട്ടും. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഇതിന്റെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ഒരു ഫേസ് ലിഫ്റ്റിംഗ് ഉണ്ടായത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. കമോൺ. ഇവിടെയാണ് നമ്മളെ സ്മരണകൾ ഉറങ്ങുന്ന ഒരു ഇതൊരു ടെറസ് ആയിരുന്നു. ഇതൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു ആക്ച്വലി. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫേസ് ലിഫ്റ്റിംഗ് കണ്ടില്ലേ, അത് സിമ്പിൾ ആയിട്ട് നമ്മൾ വെറുതെ ഇതാണ് എന്റെ ബിസിനസ് കേട്ടോ. എനിക്ക് അയൺ ആൻഡ് സ്റ്റീലിന്റെ ബിസിനസ് ആണ്. അങ്കമാലിലാണ് പ്രോമി പൈപ്സ് ആൻഡ് ഷീറ്റ്സ്. എന്റെ പേര് തന്നെയാണ്. ചെറിയൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ. സോ അപ്പൊ ഇത് ഈ പൈപ്സ് ആൻഡ് ഷീറ്റ്സ് കൊണ്ട് ഞാൻ ചുമ്മാ ചെയ്തതാണ്. അപ്പൊ വീടിന്റെ ഒരു ഭംഗി മാറി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 45 വർഷം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ 12 വർഷത്തിലേക്കൊക്കെ വന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് പുറമേ നോക്കുമ്പോ ഈ എലവേഷൻ അല്ലേ? കൊള്ളാം. ഇതാ ഹൈലൈറ്റ് ചെയ്ത് പുറത്ത് കാണിക്കുന്നത്. സക്സസ് ആയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റി. ഓക്കെ. 70 വർഷം ഈ അൽമാരയാണോ? ഇത് അമ്മക്ക്, ഇതൊക്കെ അമ്മയുടെ അമ്മ 70 വർഷമായി ഉണ്ടാവുന്നത്. അമ്മക്ക് ശ്രീധരൻ കൊണ്ടുവന്ന സാധനം എന്റെ മേരിയമ്മ ഞങ്ങളിപ്പോ എന്തായാലും അമ്മക്ക് കിട്ടിയതാണ്. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും. പണ്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ടാണോ മുടിയൊക്കെ ഏറിയിരുന്നത്? പിന്നെ ഇതൊക്കെ ഞങ്ങളേക്കൊള്ളുപരി അമ്മ അത്ര കാര്യമായിട്ട് കിട്ടിയ സാധനം. അമ്മയുടെ ഒരു ഓർമ്മയ്ക്ക് ഇപ്പോഴും നമ്മൾ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 7 വർഷമായില്ലേ? അമ്മ മരിച്ചിട്ട് 7 വർഷമായി. അപ്പച്ചൻ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. ഓക്കെ. സിനിമയിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ. എന്തായാലും കൊള്ളാം. എന്താ പഠിച്ചിരിക്കുന്ന ഡമ്പലക്കിരിപ്പുണ്ടല്ലോ. ചേട്ടനാണോ? മകളുടെ ഫുൾ ജിംനാസ്റ്റിക്സ് ആണോ അവര്? നിങ്ങൾ ഇവിടെ ആണോ? പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ജിമ്മൊക്കെ എടുക്കാതെ ഇത്രയും ഫിറ്റ് ആയിട്ട് ഷട്ടിൽ കളിക്കാൻ പോകും രാവിലെ തന്നെ. എന്റെ അത് വർഷങ്ങളായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഞാനൊരു 8ാം ക്ലാസ് മുതൽ രാവിലെ തന്നെ എന്റെ ഷട്ടിൽ കളി തുടങ്ങും. എല്ലാ ദിവസവും ഇന്നും പോകും. ഇന്ന് വരെ പോയിണ്ടായിരുന്നു. ഇന്നും പോയി. ചേച്ചി എങ്ങനെ ഈ ഫിറ്റ്നസ് ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത്? ഓ, അതിൽ ഹസ്ബൻഡ് ക്രെഡിറ്റ് ഇല്ല? പക്ഷെ നിത വേറെ നിത മറ്റേ ഡയറ്റ് അങ്ങനത്തെ എല്ലാവരും ചോദിക്കുന്നത് ഡയറ്റ് എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ഡയറ്റ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ കൊറേ ഞാൻ പറയുമ്പോൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇത് എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്യണം കാര്യം അല്ലെങ്കിൽ ഇതാ വർക്കൗട്ട് ചെയ്യും.
അയ്യോ ഇനിയൊരു സർപ്രൈസിങ് സാധനം ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ, ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഇരിക്കുന്ന സ്ഥലം ഇവിടെ. ഇത് ഞാനും ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ ഓർത്തതാ, ശരിക്കും ഇത് തന്നെയാണ് ജീവിതത്തിന്റെ ഒരു turning point. വെറുതെ അല്ല ഭാഗ്യ എന്ന് പറയുന്ന ലാസ്റ്റ് സീനിൽ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ട് ഓർമ്മയ്ക്കായിട്ട് ഇത് 2 മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് എത്ര വർഷമായി? 11 വർഷമായില്ല എന്തോ? 2012 ആ ഷോ. 11 വർഷമായി. അതിൽ കിട്ടിയ കുറെ ട്രോഫികൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ വളരെ സൂക്ഷിച്ചിവിടെ വെച്ചേക്കാണ്. കൊള്ളാം. കുറെ ഉണ്ടല്ലോ ഇതും. നിത പ്രോമി ചാർട്ടർ പ്രസിഡന്റ്, RIP അല്ല വിന്നർ ഓക്കെ കുറെ ഉണ്ട് അല്ലേ? എന്തായാലും അത് ഞങ്ങളൊരു കാർ റാലിക്ക് പോയിണ്ടായിരുന്നു. അതിന് ഞങ്ങക്ക് പോയോടത്തൊക്കെ ഞങ്ങൾ ഫലകം മേടിച്ചിട്ടാ പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത് വീഡിയോയിൽ കാണിക്കണോ? ആനക്കൊമ്പുണ്ടല്ലോ, അതേതോ ബാങ്കുകാർ തന്നല്ലേ അത് പൊട്ടിപ്പോയി. ഇതേതോ മർച്ചന്റ്സ് അസോസിയേഷൻ അങ്കമാലി, മർച്ചന്റ് അസോസിയേഷൻ അങ്കമാലി ഫാമിലി ഫെസ്റ്റ് പരിപാടി സമയത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇത് തന്നെയായിരുന്നല്ലോ. എന്നാ നമുക്ക് താഴേക്ക് പോയല്ലോ, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്വേതാമേനോന്റെ ഊഞ്ഞാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് ശ്വേതാമേനോന് ഓർമ്മ വരുന്നില്ല ഈ ഊഞ്ഞാല് കാണുമ്പോ? ശ്വേതാമേനോൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലൊരു അവിഭാജ്യ ഘടകമാണ്, ഒരാളാണല്ലോ. പിന്നെ അയ്യോ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ചോട്ടെ, ഇത് എന്താ ഇതിന്റെ ഓപ്പൺ ഏരിയ? ഇവിടെ ജനലായിരുന്നോ? ഇതൊരു ജനലായിരുന്നു, പഴയ വീടിന്റെ ജനലായിരുന്നു. റിനോവേഷൻ ചെയ്തല്ലോ ഞങ്ങള്, പഴയ വീടിന്റെ കുറച്ച് റിനോവേഷൻസ് ചെയ്തപ്പോ ജനലായിരുന്നു. അത് നമ്മൾ മാറ്റി ഒരു ചെറിയൊരു പഴയ ജനലല്ലേ ഇവിടെ മരത്തിന്റെ ജനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാണിച്ചു തരാൻ സാധനം ഇപ്പുറത്ത് അങ്ങനെ തന്നെ ഒരെണ്ണമുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആണോ? ഒന്ന് പൊക്കി കാണിച്ചോ. ഓ ഈ ജനലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? സെയിം ഈ സെയിം ജനൽ തന്നെ 3 വാളിയുടെ. ഓ അതൊക്കെ ഞങ്ങളിങ്ങനെ ഇതെല്ലാം ഇതാരുടെ ഐഡിയ ആയിരുന്നു പൊളിച്ചിട്ട് ഈ സാധനം വെക്കാൻ? അത് ആക്ച്വലി പൊളിച്ച് വേറൊരു പരിപാടിയായിരുന്നു. അത് പൊളിച്ച് കഴിഞ്ഞ് ഇത് ചെയ്തപ്പോ ഞങ്ങൾക്ക് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സോ അത് അങ്ങനെ തന്നെ അവിടെ ഒരു അത് പൊളിച്ചിട്ട് അവിടെ നമ്മുടെ ഫുൾ ഒരു അക്വേറിയം സ്റ്റൈൽ ഒരെണ്ണം ചെയ്യാമായിരുന്നു പ്ലാൻ ചെയ്തിരുന്ന. അങ്ങനെയാണ് ബോത്ത് സൈഡ് കാണാലോ. അപ്പൊ എന്നാ പക്ഷെ പൊളിച്ചപ്പോ ഞങ്ങൾക്ക് അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ അക്വേറിയം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര പാടാണ് ക്ലീൻ ആയിട്ട്. ഓക്കെ, ഇത് ഇത് കൊള്ളാം. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹോം ടൂർ കാഴ്ചകൾ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലേ ഇവിടെ ഹോം ടൂർ ഒക്കെ ചെയ്യുന്നത് അല്ലേ? സന്തോഷമായി എനിക്ക്. അപ്പൊ പിള്ളേരെ ഒന്നുകൂടെ നമുക്ക് ജോയിൻ ചെയ്യാവോ? റോണറ്റ്, റിച്ചാർഡ്, ഗിറ്റാറിസ്റ്റ്, ഡ്രാമ നടൻ എല്ലാവരും ഉണ്ട്. ആൻഡ് ബൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2 ആൾക്കാരെ കൂടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ? ഇതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാരായിട്ടുള്ള 2 ആൾക്കാര് ഈ വീട്. അതാണ് നമ്മളെ മേരിയമ്മ. മേരിയമ്മയുടെ മറ്റേ ഞാൻ ആ പേര് പറഞ്ഞിങ്ങനെ ഓർത്തിരിക്കുന്നുണ്ട്. മേരിയമ്മ ആൻഡ് അപ്പച്ചൻ PA കുര്യാക്കോസ്. റോഡ്നി കുര്യാക്കോസ് ആണോ? പ്രോമി കുര്യാക്കോസ്. ഓ ആ കുര്യാക്കോസ് ചേട്ടന്റെ മോനാണ് ചേട്ടൻ. ഓക്കെ, ഈ മേരിയമ്മക്ക് കിട്ടിയ മറ്റേ സംഭവമാണ് നമ്മൾ നേരെ കണ്ടത്, നേരെ കണ്ടത്. എന്തായാലും കൊള്ളാം. താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും നല്ലായിരുന്നു. ചേച്ചി പിന്നെയും പറയും നല്ല വീട്, നല്ല വൃത്തിയും എന്താ പറയാ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വീട്. അതിലൊക്കെ ഉപരി ഗദ്ദാഫിയുടെ ഒരു സംഭവങ്ങള് നമ്മള് തന്നെ മറന്നുപോയല്ലേ? വീട് എനർജി സൂപ്പറായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ചേട്ടൻ എന്താ പറയാ ഞങ്ങൾ സാധാരണ വീട് ഇങ്ങനെ ആക്ച്വലി ഞങ്ങൾ വിചാരിച്ച വീട് അങ്ങനെ മുഴുവനായിട്ട് കാണിക്കരുത്. പക്ഷെ ഗദ്ദാഫിയുടെ ആ സാധനത്തിൽ നമ്മൾ വീണുപോയി. ഗദ്ദാഫി അതൊരു ഞങ്ങളൊരു റേഞ്ചിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഞാൻ ഹോം ടൂർ ചെയ്യാത്ത കാര്യം. സ്നേഹം മാത്രം. എന്തായാലും ഗദ്ദാഫിയുടെ ഒരു എനർജി മാത്രമേ ഉള്ളൂ ചേച്ചി. എനർജിക്ക് കാശിലവില്ലല്ലോ. അപ്പൊ എന്തായാലും അത് മതി. പിന്നെ അല്ല അപ്പൊ താങ്ക് യു സോ മച്ച്. നീ ഇപ്പൊ കാശിലവില്ല എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പിന്നാലെ വരും. വരട്ടെ. എന്തായാലും കൊള്ളാം. ഈ എനർജിയോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തായാലും നമ്മള് അങ്കമാലിയിലുള്ള ചേട്ടനെയും ചേച്ചിയുടെ വീടാണ് നമ്മൾ കണ്ടത്. ഇതേപോലെ തന്നെ മറ്റൊരു സെലിബ്രിറ്റിയുടെ ഹോം ടൂറുമായിട്ട് തന്നെ നമ്മൾ പിന്നെയും തിരിച്ചു വരും. Till then you guys take care and tune into Milestone Makers. This is RJ Gaddafi, Nida, Promi, നമ്മുടെ പിള്ളേര് signing off from Milestone Makers. Tata, bye bye, take care.